പീതാംബരൻ. അപ്പോന്നാ ഗോവിന്ദ നാട്ടിലേക്കാണെങ്കിൽ കയറിക്കോ. നീ ഇതെവിടെ പോയിട്ട് വരുന്നത്? ഒന്നും പറയണ്ട, ഭയങ്കര കോമഡിയാ. അമ്മാവന്റെ ഡെഡ് ബോഡി എടുക്കാൻ പോയതാ. അതിനെന്താ ചിരിക്കാൻ? എങ്ങനെ ചിരിക്കാതിരിക്കും? പുള്ളിക്കാരന് ചിക്കൻ കുനിയെ പിടിക്കുമെന്ന് പേടിച്ച് നാട്ടിൽ നിന്ന് ഡിണ്ടിഗലുള്ള മോളുടെ വീട്ടിൽ പോയതാ. അവിടെ വെച്ച് കാള കുത്തി മരിച്ചു. ഉറക്കപ്പായിന്ന് എഴുന്നേറ്റ് പശു എന്ന് കരുതി കാളയെ കറക്കാൻ ചെന്നതാ. ദോഷം പറയരുത്, കാളയുടെ ഒറ്റ കുത്തിനെ അമ്മാവൻ മരിച്ചു കൊടുത്തു. കൊതുകിനെ ഭയന്ന് കാളയ്ക്ക് ജീവൻ അർപ്പിച്ച ആ മഹാ മനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. മോനെ അപ്പൂ വാസുവേട്ടാ കളാ കൊണ്ടുപോയി മോനെ. എനിക്കിനി ആരുമില്ലടാ. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാ മതി. കെട്ടിക്കാറായ 2 പെമ്മക്കളുണ്ടല്ലേ? മിണ്ടായല്ലേ, പെമ്മക്കളൊന്നും അല്ല, പാലക്കാട് ഇറക്കാനുള്ള 2 പാസഞ്ചേഴ്സാ. നീ ഇതിനകത്ത് പച്ചക്കറിയും കയറ്റി. ഇവിടെ വിലക്കുറവല്ലേ? അമ്മാവന്റെ 16 അടിയന്തരത്തിന് വേണ്ടി വീണ്ടും ഞാൻ തന്നെ ട്രിപ്പ് അടിക്കണ്ടല്ലോ. ഏതായാലും ചെലവൊക്കെ എന്റെ തലയല്ല. കരച്ചിൽ മതിയായെങ്കിൽ ഞാൻ ഡോർ ക്ലോസ് ചെയ്തോട്ടെ. അമ്മായി ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുത്തോളൂ. ഇനി അടുത്ത ആളെ കാണുമ്പോ കരയാട്ടാ. എന്തൊരനുസരണ. രണ്ടാളും മുന്നേ കറിക്കോ. പോവാ. ഞാൻ വരുന്നില്ല, ഗോവിന്ദൻ മാത്രമേ ഉള്ളൂ. അണ്ണൻ വരുന്നില്ലേ? അണ്ണൻ വരാതിരുന്ന പിന്നെ എങ്ങനെ ശരിയാവും? അവിടെ ഉത്സവത്തിന് തല്ലുണ്ടാക്കാൻ പിന്നെ ആരാ ഉള്ളത്? ഇപ്രാവശ്യം അച്ചുവേട്ടനാ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ്. പോരാത്തതിന് നമ്മുടെ ട്രൂപ്പിന്റെ ബാലയുമുണ്ട്. ഞാൻ വന്ന ബാല ആയിരിക്കില്ല, അവിടെ ചവിട്ടുനാടകമായിരിക്കും നടക്കുന്നത്. അതാണല്ലോ നമുക്ക് വേണ്ടത്. നിങ്ങൾ 2 പേരും കൂടെ കൂടിയാലേ ഉത്സവം ഒന്ന് കൊഴുക്കൊഴുക്കും. അച്ചുവേട്ടനാണെങ്കിൽ ഇപ്പൊ പഴയ പോലെ ഒരു ഉഷാറും ഇല്ലെന്നേ. കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും കുട്ടികൾ ഉണ്ടാകാത്തതിന്റെ നിരാശ കൊണ്ട് ഇച്ചിരി കള്ളുകൂടിയുണ്ട്. പിന്നെ സംസാരിക്കാൻ കഴിവില്ലെങ്കിലും കള്ളു കുടിച്ചാ പുള്ളിക്ക് 100 നാവ. കേൾക്കുന്നവനത് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാകുന്നത് വരെ. നാരായണ 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 നാരായണ. മൊബൈൽ എടുക്കാൻ മറന്നു. ദേവലോകത്തിന്റെ അധിപനായ ദേവേന്ദ്രന് വന്ദനം. ഇന്ദ്രലോകത്തേക്ക് അങ്ങേക്ക് ഹാർദവമായ സ്വാഗതം. അങ്ങയുടെ ആഗമനം നമ്മെ ആനന്ദചിത്തനാക്കിയിരിക്കുന്നു. ഊമകൾക്ക് അഭിനയിക്കാൻ പറ്റിയ ലോകത്തെ ഏക കല ബാലെ തന്നെ. അപ്പൊ കഥകളിയാ. ഈ സന്തോഷം നമ്മൾ ആഘോഷിക്കുകയാണ്. കടന്നു വരട്ടെ ദേവലോക നർത്തകികൾ. ഉർവശി, രംഭ, മേനഹ. എന്താണ് കാണിക്കുന്നത്? മേനകയുടെ ഡൂപ്പ് നിൽക്കണ ആശാനെ. മേനക എവിടെ പോയി? അറിഞ്ഞില്ലേ? മേനക പരശുരാമന്റെ കൂടെ ഒളിച്ചോടി പോയി എന്ന് ചെറിയൊരു ന്യൂസ് കേട്ടു. ഭീഷ്മനായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ സുധാകരനില്ലേ, അവന്റെ ഭാര്യയാണ് അവള്. അത് കാരണം ഭീഷ്മര് വെള്ളം അടിച്ച് ചാപ്പി കിടക്കുക. ഗുരുത്വ ദോഷികള്. എന്നാൽ തൽക്കാലം ഇന്ന് മതിയാക്കാം, ഇനി നാളെ നോക്കാം. അല്ല മേനക അച്ചോട്ടും ദേവേന്ദ്രനായിട്ട് അടിപൊളിയായിരുന്നു. എനിക്കിഷ്ടായിട്ടോ. ഈ മാന എനിക്ക് കൂടുതൽ ഇഷ്ടായത്. അച്ചോട്ടാ മേക്കപ്പ് അടിച്ചിട്ടൊന്ന് കാണണേ. തോടയുടെ എക്സ്റേ എടുക്കേണ്ടി വരുമെന്ന്. അച്ചോട്ടാ, അച്ചോട്ടിന്റെ മനസ്സിലൊന്നുമില്ലെന്ന് എനിക്കറിയാം. അച്ചോട്ടൻ പാവാ. പക്ഷെ അവളുണ്ടല്ലോ, ആ സുലോചന, അവൾ ആളത്ര ശരിയല്ല. കാണുമ്പോ ചിരിച്ചു കാണിച്ചിട്ട് മാറി ഇന്ന് കുറ്റം പറയുന്ന ആ മഞ്ജു പറയുന്നേ. അത് നമുക്ക് കുട്ടികളില്ലാത്തോണ്ട് അച്ചോട്ടിന് 2ാമത് കെട്ടാൻ ആഗ്രഹം ഉണ്ടെന്ന്. എനിക്ക് സമ്മതാണോന്നോ? കൊല്ലി ഞാൻ. അത് മാത്രമല്ല, സ്വന്തം ട്രൂപ്പായതുകൊണ്ട് മാത്രം അച്ചോട്ടിന് ഇപ്പോഴും ഹീറോ ആയിരിക്കുന്നത്. അച്ചോട്ടിന് അഭിനയിക്കാൻ അറിയില്ലെന്ന് അവള് പറഞ്ഞു. എന്താ അച്ചോട്ടിന് എന്തേ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലായി.
അറിയില്ല. നമ്മുടെ അച്ഛനെ അഭിനയിക്കാൻ അറിയാൻ പാടില്ല നീ പറഞ്ഞ എത്ര നടന്മാരെ അഭിനയിച്ച് കാണിക്കുന്ന അറിയാമോ? ആ സുരേഷ് ഗോപിനെ ഒന്ന് കാണിച്ചേ. ഒന്ന് കാണിക്ക്. സുരേഷ് ഗോപി ഇപ്പൊ കണ്ടോ? ഇപ്പൊ ഷൈൻ ചെയ്യും. ആ സ്പീഡ് ചടം ചവിട്ടെ. ഓർമ്മയുണ്ട് മോഹന്. അടുത്തിനി മറ്റേ മമ്മൂട്ടി. മമ്മൂട്ടിയെ കണ്ടോടി. മമ്മൂട്ടി. ഡയലോഗ് വലത്തെ കുത്തി, ഇടത്തെ കുത്തി. സെഞ്ചി. അടുത്തതിന് മോഹൻലാൽ. മോഹൻലാൽ കണ്ടോ? മോഹൻലാൽ. സവാരി മനസ്സിലായി. ഇനി ഏത് അച്യുതാനന്ദൻ. നടുമിന്നു പേടിക്കണ്ട, ഫിഗർ പിടിക്കേനെ. താടിക്ക് കുത്തിയതണ്ട. ഓക്കേ. ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഇനി പണയപ്പണ്ട എടുപ്പിക്കാൻ അച്ചുവേട്ടന്റെ വീട്ടിലോട്ട് നാട്ടുകാരെപ്പോഴും ഇളകി വരുന്നതെന്ന് പറയാനും പറ്റില്ല. കാശുണ്ടെങ്കിൽ ഉരുപ്പടി വേറെ വാങ്ങിച്ചു കൊടുക്കാം. പക്ഷെ കാശിനെന്താ വഴി? അപ്പുനോടാ. അപ്പുനോട് എങ്ങനെ വാങ്ങാനാ? എങ്ങോട്ട്? പൊള്ളാച്ചി ചെന്ന് അവൻ ഉണ്ടാവുന്ന എന്താണ് ഉറപ്പ്? ആള് പൊള്ളാച്ചി തന്നെ കാണും. അവിടെ ഒരു തമിഴത്തി പെണ്ണുമാറ്റി കൊളുത്തി കിടക്കുന്ന ഗോവിന്ദൻ പറഞ്ഞു. ആ തമിഴത്തി അവിടെ ഉണ്ടെങ്കിൽ അപ്പു അണ്ണൻ അവിടെ തന്നെ കാണും, ഉറപ്പ്. ഇതാണ് അണ്ണന്റെ മെയിൻ താവളം. ഇവിടെയുള്ള ഏത് ചന്ത പിള്ളാരോടും പൊള്ളാച്ചി അപ്പു എന്ന് ചോദിച്ചാ മതി, അപ്പ അണ്ണനെ കാണിച്ചു തരും. அந்த பொள்ளாச்சி அப்புன பாத்திருக்க? ஏண்டா கண்ணு தெரியாதா? பக்கத்து பாடா. അപ്പൂണാ വണക്കണാ. ഇങ്ങോട്ട് വന്നേ. നടക്ക്, നടക്കങ്ങട് കേറ്. നീ ഇതിലിരുന്നാ മതി, ഞങ്ങളിവിടെ നടന്നാ ശരിയാവില്ല. പാടാ. പട്ടിന്നാ കുറച്ചു. കുരയ്ക്കും പട്ടി കടിച്ചു പറിക്കുമെന്നാണ് പ്രണാമം. ഐശ്വര്യമുള്ള പല്ല്. അപ്പൂനെ അന്വേഷിച്ച് വന്നതാ അല്ലേ? ഇയാളെ കണ്ടപ്പോ തമിഴിനാന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ തമിഴില് സംസാരിച്ചത്? തമിഴാ? മക്കള് വാ, അപ്പൂനെ ഞാൻ കാണിച്ചു തരാം. അപ്പൂ ഞാനും തമ്മിൽ എത്ര വർഷത്തെ ബന്ധാന്നറിയോ? ആണോ? ലീലാമണി ചേച്ചിന്ന് തെക്കറ്റം വിളിക്കില്ല. അത് അക്ഷരാഭ്യാസം ഇല്ലാത്തോണ്ട്. ദേ ഇരിക്കണു നല്ല മിടുക്കനായിട്ട്. സന്തോഷായല്ലോ. പിന്നെ ചേച്ചി പോട്ടെ. പരമ കഷ്ടം. ഇയാൾക്കൊന്ന് തല കുമ്പിട്ടിരിക്കാൻ പാടില്ലേ? തെറിയാണ് വിളിച്ചത്. തെറിക്ക് പിന്നെ പ്രത്യേകിച്ച് ഭാഷ വേണമെന്നില്ലല്ലോ. വേഗം പോര്, ഇല്ലെങ്കിൽ തല്ലും കൂടി വാ. മാമാ முடியும். மாமா சீக்கிரம் முடியும். டாடா. ഇറങ്ങി വന്നി. എന്താണ് ഇതെന്താണിത്? ഇത് തമിഴാണല്ല. തമിഴാണ്. ആ ഇങ്ങെടുക്ക്. ഇത് നമുക്ക് അറിയാന്നുള്ള ആരെങ്കിലും കൊണ്ട് വായിപ്പിക്കാം. വണക്കം അയ്യാ. അവിടെ നിൽക്ക്. തമ്പി ഇതൊന്ന് വായിച്ചു പഠിച്ച് ചൊല്ലിത്തരുമാ?
എഴുത്തും വായന അറിയാൻ പാടില്ലാത്തവരെ കളിയാക്കുന്നോടാ. അതെ, കളിയാക്കിയതല്ല, ഞങ്ങൾക്കും തമിഴ് വായിക്കാൻ അറിഞ്ഞൂടാ. സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. அப்படியா? ഞാൻ മിണ്ടൂല. டேய், படிக்க தெரிஞ்சவர் யாராவது இருந்தா கொஞ்சம் படிச்சு சொல்லி கொடுக்கடா. அன்புள்ள மாமாவுக்கு இந்த ஊர்ல நாம ஒன்னா சேர்ந்து வாழ முடியாது. அதனால இன்னைக்கு ராத்திரி நான் வீட்டை விட்டு இறங்கி வர போறேன். என் சித்தப்பாவோட சொத்தோ பணமோ ஒண்ணு எனக்கு வேண்டாம். நீங்க என்கிட்ட கொடுத்த கோல்டும் பணமும் என்கிட்ட இருக்கு. அத நான் எடுத்துட்டு வரேன். இன்னைக்கு நைட்டு 1 மணிக்கு மாரியம்மன் கோவில் கிட்ட வெயிட் பண்ணுங்க. நீங்க கண்டிப்பா வருவீங்கன்ற நம்பிக்கையோட உங்களோட தேன்மொழி. சார், உங்க காதலியை கூட்டிட்டு போய் சந்தோஷமா வாழுங்க. അച്ചു, നമ്മുടെ പണവും സ്വർണവും അപ്പു കാമുകിയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കയാ. ഇന്ന് രാത്രി അവരതും കൊണ്ട് ഒളിച്ചോടാൻ പോവുകയാണ്. അതാണ് ഈ കത്ത്. നമ്മുടെ പണവും സ്വർണവും കിട്ടാൻ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. ഇന്ന് രാത്രി മാരിയമ്മൻ കോവിലിന് മുന്നിൽ അപ്പുവിന് പകരം നീ അവളെ കാത്തു നിൽക്കണം. കള്ളു കുടിച്ചുകൊണ്ട് കണ്ണ് പിടിക്കുന്നില്ല. സോറി, ഫോൺ. ഒരു മിനിറ്റ്. ഹലോ. അണ്ണ ഇങ്ങനെ തെറി വിളിക്കരുത്. ശരി, എന്നാ ഞാനും കൂടെ ചേർന്ന് തന്നെ സുധാകരന് നിങ്ങളുടെ കൈ 50,000 രൂപ വാങ്ങിച്ചു കൊടുത്തത്. പക്ഷെ ഞാനിപ്പോ പൊള്ളാച്ചിലാണെന്ന് ഒരാളെ പൊക്കാൻ വന്നത്. ഞാൻ വന്ന് ഇങ്ങനെ തെറി വിളിക്കരുത്. ഒരു മിനിറ്റ്, വേറെ ഫോൺ പറഞ്ഞു. ഹലോ. ആ, എടാ സുധാര, നിന്നെ കുറിച്ചാണ് ഞാൻ ഇത്ര നേരം സംസാരിച്ചോണ്ടിരുന്നത്. നീ എന്താ മോഹൻ ചേട്ടന് കാശ് കൊണ്ട് കൊടുക്കാത്ത? ഇനി നിന്റെ ഇല്ല, ഇനി ഞാൻ നിന്നോടൊന്നും സംസാരിക്കില്ല. നിങ്ങൾ തമ്മിൽ സംസാരിച്ച് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തോ. എന്നെ ഇല്ല ഇടപെടുത്തരുത്. അച്ചു, ദേ അവള്. അത് തന്നെ. അതിലല്ല, ഇത് എന്നു. നമ്മുടെ കാശടിച്ചു മാറ്റാൻ വേറെ വെള്ളന്മാരാ. സമ്മതിക്കില്ല ഞാൻ. അച്ചോട്ടാ, ഇനി വൈകിക്കണ്ട, പണി മുടങ്ങിക്കോ. ഒന്നൂടെ ചേട്ട് ഇങ്ങോട്ട് മാറ്. എന്റെ കവചം പോയി, എന്റെ പോയി. കിട്ടിയാ? ഇട്ടോ? വാ, വാ, പോകാം. വാ, വേഗം വാ, പോവാം. വേഗം വാ. നോക്കിയേ, പണയപ്പണ്ട മുഴുവൻ അവളെ ദേഹത്താ. വേഗം ചെന്ന് പൊക്ക്. വേഗം ചെന്ന് അവളെ പൊക്കാൻ. വാ, ഓടി വാ.
വേഗം ഇറങ്ങോ. പീതാംബര വണ്ടി എടുത്തോ. അവൻ അവിടെ കൊടുത്തേരെ. വണ്ടി വെള്ളപ്പ അവന് ഒരു 10 അവിടെ കൊടുത്തേ. പാവം മതി 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 യുദ്ധം കഴിഞ്ഞു. മാമാ വാ 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 കുടിക്കേ കുടിക്കേ. നാട്ടുകാരെ പേടിച്ച് അച്ചു നാട്ടിൽ നിന്ന് മുങ്ങിയെന്നൊരു ന്യൂസ് കേട്ടല്ലോ. അച്ചു മുങ്ങിയാലേ ഞങ്ങളിവിടെ പണയം വെച്ച സ്വർണത്തിന് ആശാൻ സമാധാനം പറയേണ്ടി വരും. ഇതിപ്പോ നാട്ടുകാരുടെ മൊത്തം ഒരു പ്രശ്നമായതുകൊണ്ട് ഞങ്ങൾ എല്ലാരും കൂടെ കൂടി ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കാം. ഞാൻ അതിന്റെ കൺവീനർ. ഓഹോ, അതിനും നിങ്ങളൊരു കമ്മിറ്റി ഉണ്ടാക്കിയോ? നല്ല കാര്യം. അച്ചു എങ്ങോട്ട് മുങ്ങിയൊന്നുമല്ല, നിങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പോയതാ. ഇന്നോ നാളെയോ അവർക്ക് എത്തും. ഇന്നത്തെ സ്വർണ്ണവില അനുസരിച്ച് നഷ്ടപ്പെട്ട സ്വർണത്തിന് ഞങ്ങളൊരു വില നിശ്ചയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് മേടിച്ച പണവും പലിശയും കഴിച്ചിട്ടുള്ള കണക്കാ. 1,40,000 രൂപ തന്നാലേ അച്ചുവിന് ഞങ്ങളോടുള്ള ബാധ്യത തീരൂ. ആശാൻ കൂടി അറിഞ്ഞിരിക്കാൻ വേണ്ടിയാ ഞങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണേ. വല്ലതും നടക്കുവോ? സ്വർണ്ണമെല്ലാം റെഡി ആയിട്ടുണ്ട്. നാളെ രാവിലെ മുതൽ ആർക്ക് വേണമെങ്കിലും വന്ന് പണയപ്പണ്ടങ്ങൾ എടുപ്പിക്കാം. അല്ലെങ്കിലും അച്ചു അങ്ങനെ നെറുകേട് കാണിക്കില്ല, ഞങ്ങൾക്കറിയാം. നമ്മുടെ കാശും വെച്ചോണ്ട് കിടന്ന് ഉറങ്ങുന്ന എന്റെ മുടിയെന്ന് വിടുവന്നെ തല എത്തിയെന്ന് പറയാൻ വിളിച്ചതാ. സത്യം പറഞ്ഞ ഇപ്പഴാ ടെൻഷൻ മാറിയത്. ഏതായാലും കാര്യമൊക്കെ ഭംഗിയായല്ലോ. ഒരു കുടുംബം തകരാൻ പോകുന്നു. മോള് ഏതാ? ഇവരെ താലി കെട്ടിയ പൊണ്ടാട്ടി. പറഞ്ഞ പോലെ സംഭവിച്ചു. അത് ജനിച്ചപ്പോഴേ സ്പീക്കർ കത്തിപ്പോയതാ. ഭാര്യ അകത്ത് പോയി തൂങ്ങി ചാന്നതിന് മുമ്പ് വേഗം പോയി കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്. ഒരുമാതിരി പൊട്ടന്മാരെ പോലെ പെരുമാറല്ലേ. അന്ത പൊണ്ണാണ് இந்த ஆளிന്റെ ഒറിജിനൽ പൊണ്ടാട്ടി. ഉണ്മ சொல்றேங்க. എടാ ചന്ദ്ര, കുട്ടികളില്ലാഞ്ഞിട്ട് അച്ചു രണ്ടാമത് കെട്ടിയാണല്ലേ ഈ പെണ്ണിനെ? താനെന്താ രണ്ടാം കെട്ടിന് സദ്യ ഉണ്ണാൻ വന്നതാ? പോണവിടുന്ന്. സ്വർണ്ണം നാളെ തരാന്ന് പറഞ്ഞില്ലേ? എടാ ചന്ദ്ര, ഇവിടെ എന്തെല്ലാം കുഴപ്പങ്ങളാ നടക്കുന്നത്. എനിക്കൊന്നും കേക്കണ്ട, എനിക്കെല്ലാം മനസ്സിലായി. പൊള്ളാച്ചിന്ന് കെട്ടിയതാണെന്നോ? തല്ലിക്കോ, തല്ലിക്കൊന്നു അച്ചോട്ടൻ കാണിച്ചു ചെയ്താലും മോശമായി പോയി. അപ്പുവേട്ടൻ അപ്പുവേട്ടന്റെ ഭാര്യയാണോ അത്? ചേച്ചി അത് അപ്പുവേട്ടന്റെ ഭാര്യയാണെന്ന്. ആശാനെ, അടുത്ത പാലയിൽ ഭദ്രകാളിയാക്കാൻ പറ്റിയ പെണ്ണാ. ദാരികനായിട്ട് ഇവനും കറക്റ്റാ. എക്സ്പ്രഷൻ കണ്ടില്ലേ? ഓ മോളെ, അവനെ വധിക്കണ്ട, വിട്ടേക്ക്. അയ്യോ ആശാനെ, ഈ പറഞ്ഞ സാധനം അമ്മച്ചാണ്, ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ഏട്ടത്തെ അമ്മ പോലെയാണ്. ഞാൻ അങ്ങനെ പരസ്യമായിട്ടൊക്കെ കയറി ആമാത്തു. വേറെ വല്ല പെണ്ണായിരുന്നെങ്കിൽ ഓക്കെ. ആ ചന്ദ്രന് കൂടെ ഉണ്ടായിരുന്നു. സംശയം ഉണ്ടോ ചോദിച്ചു. അതായത് പിടിയും വലിയ ഉണ്ടായപ്പോ ഈ കുട്ടി തെറ്റിദ്ധരിച്ചതാ. ഇവൻ അങ്ങനത്തെ ഫാമിലി പെട്ടൊന്നുമല്ല. എനിക്ക് ഫാമിലി പോലും ഇല്ല. உங்க புள்ள எம்ஜிஆர் படம்
ഡബിൾ റോളൊന്നും ഞാൻ നനക്കവേ ഇല്ല. ഡേയ്, ഒറിജിനൽ എങ്കടാ? ഞാനെടുത്തില്ല. പുരുഷൻ എങ്കടാ? പൊള്ളാച്ചിലുണ്ടാവും. മോള് വിഷമിക്കണ്ട, നീ ഇവിടെ ഉണ്ടെന്നറിഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പോലെ അവനിങ്ങെത്തും. ഏതായാലും നീ വലതുകാല വെച്ചുകയറിയുടെ കുടുംബത്തിൽ തന്നെയാണല്ലോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കും. അപ്പൊ എവിടെ ഉണ്ടെങ്കിലും ഈ അളിയൻ ഓടിച്ചിട്ട് പിടിച്ചുകൊണ്ടുവന്ന് തരും. എന്റെ പെങ്ങൾ ഹാപ്പി ക്രിസ്മസ് ആയിട്ടിരിക്കും. കൊണ്ടുവന്ന് തരും എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന് തരും. അപ്പൊണ്ണം തന്ന പണമെല്ലാം ബാഗിലുണ്ടല്ലോ. എന്നാ പിന്നെ മോള് വലതുകാല വെച്ച് ഐശ്വര്യമായിട്ട് കയറിക്കോളൂ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അച്ചോട്ടൻ തന്നെ ഡൂപ്പായിട്ട് നിന്നാലോ? നല്ലൊരു ചടങ്ങിൽ ഇങ്ങനെ തെറി വിളിക്കരുത്.